സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമായി. ഉദുമ നിയോജക മണ്ഡലത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആദ്യ ദിവസത്തെ പ്രചാരണം. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നേതാക്കളും പ്രവർത്തകരും കാസർഗോഡ് പൊയിനാച്ചി ടൗണിലൂടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചാനയിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജില്ലയിലെ ഒരാളായി മാറാൻ കഴിഞ്ഞതിനാൽ ഇത്തവണ 3 ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാനിവിടെ സ്ഥിരമായി താമസിക്കുന്നു. പാർലമെന്റ് ഉള്ളപ്പോൾ അവിടെ പോകും, തിരിച്ചിവിടെ വരും. തെയ്യങ്ങൾ, ഉറൂസുകൾ, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ, നിക്കാഹ്, കല്യാണം, ചുക്ക് ചേരാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ് ഉണ്ണിത്താനില്ലാത്തൊരു സ്ഥലവിലൂടെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മണ്ഡലത്തിലുണ്ടാക്കിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചാരണം. കിനാലൂർ കരിന്തളത്തിന് 90 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം 7 ROB, 2 കണ്ണപുരം, 1 ഏഴിമല, പിന്നെ 2 തൃക്കരിപ്പൂർ, കോട്ടിക്കുളം. എത്രയോ കാലമായി കോട്ടിക്കുളത്തെ ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. പിന്നെ ഉപ്പള ഗേറ്റ്, മനസ്സിലായില്ലേ? റെയിൽവേയുടെ വികസനം ഒരു കാലത്തും ഇല്ലാത്തതാണ്. ആളുകളെ ചേർത്ത് പിടിച്ച് വോട്ടഭ്യർത്ഥിച്ച് ആദ്യ ദിവസം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. മീഡിയ 1 കാസർഗോഡ്.